ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിംസ് ലൈവ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പെപ്റ്റിക് കൾച്ചറാണ്. MCQ ബേസ്ഡ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇഫ് യു വാണ്ട് ദ കംപ്ലീറ്റ് നോട്ട്സ് പ്ലീസ് ജസ്റ്റ് കമൻറ്റ് ബിലോ. ഓക്കെ, സോ ഫസ്റ്റ് വൺ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ജസ്റ്റ് എന്തുകൊണ്ടാണ് പെപ്റ്റിക് കൾച്ചർ വരുന്നത് നോക്കാം. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇംബാലൻസ് ബിറ്റ്വീൻ അഗ്രസീവ് ഫാക്ടർ ആൻഡ് ഡിഫെൻസീവ് ഫാക്ടർ. ഓക്കെ, അഗ്രസീവ് ഫാക്ടറിൻ്റെയും ഡിഫെൻസീവ് ഫാക്ടറിൻ്റെയും ഇംബാലൻസ് കാരണമാണ് പെപ്റ്റിക് കൾച്ചർ വരുന്നത്. ഓക്കെ, സോ അഗ്രസീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ആസിഡ്, പെപ്സിൻ, ബൈല്, എച്ച് പൈലോറി. ഓക്കെ, ഡിഫെൻസീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ്. എന്തൊക്കെയാണ് അഗ്രസീവ് ഫാക്ടർ ആയിട്ടുള്ള? ആസിഡ്, പെപ്സിന്, ബൈല്, എച്ച് പൈലോറി കാരണം. ഡിഫെൻസീവ് ഫാക്ടർ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് മ്യൂക്കസ്, ബൈകാർബണേറ്റ് കാരണമാണ് പെപ്റ്റിക് കൾച്ചർ വരുന്നത്. ഓക്കെ, സോ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഡിയോഡനൽ അൾസർ വരുന്നുണ്ട്, ഈസോഫേഗൽ അൾസർ വരുന്നുണ്ട്, സ്റ്റൊമക് അൾസർ വരുന്നുണ്ട്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് വൺ ഇസ് H2 ആൻറ്റി ഹിസ്റ്റമിൻ. അതിൽ വരുന്നതാണ് സിമെറ്റിഡിൻ, റാനിറ്റിഡിൻ, ഫാമോറ്റിഡിൻ, റോക്സാറ്റിഡിൻ ആൻഡ് ലാഫാറ്റിഡിൻ. ഓക്കെ, സോ സിമെറ്റിഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ഫുഡ് ഡസ് നോട്ട് ഇൻ്റർഫിയർ അബ്സോർപ്ഷൻസ്. ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കണം, ഇത് MCQന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫുഡ് ഡസ് നോട്ട് ഇൻ്റർഫിയർ അബ്സോർപ്ഷൻ. സിമെറ്റിഡ് എന്ത് ചെയ്യില്ല? അബ്സോർപ്ഷനെ ഇൻ്റർഫിയർ ചെയ്യില്ല. ഫുഡ് ഉണ്ടെങ്കിലും അബ്സോർപ്ഷനെ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ഇനി ഫാമോറ്റിഡിനാണ് എന്ത്? ഇറ്റ് ഈസ് എ മോസ്റ്റ് പൊട്ടൻറ്റ് ഡ്രഗ്. ഓക്കെ, ഇപ്പം H2 ആൻറ്റിഹിസ്റ്റമിനിൽ വരികയാണെങ്കിൽ അത് മോസ്റ്റ് പൊട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഫാമോറ്റിഡിനാണ്. ഓക്കെ, അടുത്തൊരു ക്ലാസ് പറഞ്ഞാൽ ആൻറ്റി കോളിനർജിക് ആണ്. ഈ ആൻറ്റി കോളിനർജിക് എന്താണ്? M1 ബ്ലോക്കറാണ്. ഓക്കെ, ഇറ്റ് ഇസ് M1 ബ്ലോക്കറാണ്. സോ അതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ ആൻറ്റി ലൈക്ക് പോപ്പ് സോങ്. ഓക്കെ, സോ ആൻറ്റി ലൈക്ക് പോപ്പ് സോങ്. ആൻറ്റി എന്ന് പറയുമ്പോൾ ആൻറ്റി കോളിനർജിക് ആണ്. ഓക്കെ, പോപ്പ് POP എന്താണ്? പൈറനസെപ്പിൻ, ഓക്സിഫെനോണിയം ആൻഡ് പ്രൊപ്പാന്തലിൻ, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ. സോ അതിൽ വരുന്നതാണ് എന്തൊക്കെയാണ്? പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, ലാൻസോപ്രസോൾ ആൻഡ് റെബിപ്രസോൾ. സോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ച് വെക്കണം. ദാറ്റ് ഈസ് പാൻഡോപ്രസോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ IV ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒമിപ്രസോൾ ആണെങ്കിലോ അത് എൻസൈം ഇൻഹിബിറ്ററി ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, റെബിപ്രസോൾ ആണെങ്കിൽ അതെന്തായിരിക്കും? ഫാസ്റ്റസ്റ്റ് ആക്ടിങ് ആയിട്ടുള്ള ഒരു PPA ആയിരിക്കും. ഇത് അതേപോലെ തന്നെ ലോങ് ആക്ടിങ് ആയിരിക്കും. ഇനി ഈ PPA നമ്മൾ മെയിൻലി യൂസ് ചെയ്യണത് എന്തിനൊക്കെയാണെന്നാണ്. അത് NSAID ഇൻഡ്യൂസ്ഡ് അൾസർ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഒരുപാട് വൺ വേർഡ് MCQ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് NSAID ഇൻഡ്യൂസ്ഡ് അൾസറിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ്. അതേപോലെ തന്നെ സോളിംഗർ അൾസർ സിൻഡ്രത്തിൻ്റെ കേസിലും GERDൻ്റെ കേസിലും. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ചാൻസിൽ വേറെ സംഭവമുണ്ട്. അതായത് ആസ്പിരിൻ്റെ കേസിലാണെങ്കിൽ, ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ് അൾസർ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറഞ്ഞാൽ മിസോപ്രോസ്റ്റോൾ ആണ്. ഓക്കെ, സോ NSAID ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ PPA ആണെങ്കിൽ, ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ മിസോപ്രോസ്റ്റോളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് വരുന്നതാണ് മിസോപ്രോസ്റ്റോൾ. എന്താണ്? റിയോപ്രോസ്റ്റോളും. മിസ് റിയോ ഹാസ് PG അതാണ് വരുന്നത് കോഡ്. അതായത് മിസ് എന്ന് പറയുമ്പോൾ മിസോപ്രോസ്റ്റോൾ, റിയോ എന്ന് പറയുമ്പം റിയോപ്രോസ്റ്റോൾ ആൻഡ് ഹാസ് PG ആണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഗ്യാസ്ട്രിക് ആസിഡ് ന്യൂട്രലൈസർ. അത് സിസ്റ്റമിക്കും ഉണ്ട്, നോൺ സിസ്റ്റമിക്കും ഉണ്ട്. സിസ്റ്റമിക് ആണെങ്കിൽ സോഡിയം ബൈകാർബണേറ്റും സോഡിയം സിട്രേറ്റും. നോൺ സിസ്റ്റമിക് ആണെങ്കിൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇനി മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് മെഗാൽഡ്രേറ്റും വരുന്നുണ്ട്. ഇനി മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദേ വിൽ കോസ് ഡയറിയ. ഓക്കെ, ഇതിൽ ഏഡിയറാണ് ഡയറിയ കോസ് ചെയ്യുന്നത്. ഇനി അടുത്ത അൾസർ പ്രൊട്ടക്റ്റീവ് ആണ്. അതിൽ വരുന്നതാണ് സുക്രാൽഫേറ്റും കൊളോഡൽ ബിസ്മത്ത് സബ്നൈട്രേറ്റും. ഓക്കെ, സോ സുക്രാൽഫേറ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ഗിവൺ ടു പേഷ്യൻ വിത്ത് ക്രോണിക് റീനൽ ഫെയിലിയർ. നമുക്കിപ്പം റീനൽ ഫെയിലിയർ, ക്രോണിക് ആയിട്ടുള്ള റീനൽ ഫെയിലിയർ ഉള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുക്രാൽഫേറ്റ് ആണ്. ഇനി CBSൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് ആൻറ്റി എച്ച് പൈലോറി ആക്ടിവിറ്റിയും. സോ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് CBSന് ആൻറ്റി എച്ച് പൈലോറി ആക്ടിവിറ്റി കൂടെ ഉണ്ട്. ഓക്കെ, ദെൻ ആൻറ്റി എച്ച് പൈലോറി ഡ്രഗ് ദാറ്റ് ഇസ് എമോക്സിസിലിൻ, ക്ലാരിത്രോമൈസിൻ, മെട്രോനിഡസോൾ, ടിനിഡസോൾ ആൻഡ് ടെട്രാസൈക്ലിൻ. സോ ഇതിന് ഓർത്ത് വെക്കുന്ന ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ MO ആൻഡ് ടിനി. ഓക്കെ, MO ആൻഡ് ടിനി എന്തിൽ പോയി? മെട്രോയിൽ പോയി. എമോ എന്ന് പറഞ്ഞൊരു കുട്ടി ആൻഡ് ടിനി എന്ന് പറഞ്ഞൊരു കുട്ടി മെട്രോയിൽ പോയി ടു ബൈ വാട്ട്? ക്ലാരിറ്റി ഇല്ല ടു ബൈ. മെട്രോയിൽ പോയി ടു ബൈ ക്ലാരിറ്റി ഇല്ല ടെട്ര, അതായത് 4 ടയറുള്ള ഒരു സൈക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അമോ ആൻഡ് ടിനി മെട്രോയിൽ പോയി എന്തിനാണ്? ക്ലാരിറ്റി ഉള്ള 4 ചക്രമുള്ള സൈക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ടെട്രാ സൈക്ലിൻ. Then omeprazole. So omeprazole is the first choice of drug for PPA.
PPIൻ്റെ ഫസ്റ്റ് ചോയ്സ് ഓഫ് ഡ്രഗ് ആണ് ഒമിപ്രസോൾ. സോ RAൻ്റെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഓഫ് ഡ്രഗ് ഏതായിരുന്നു? മീതോട്രെക്സിഡ് ആണ്. ഓക്കെ, സോ എന്താണ് ഇതിൻ്റെ PPIൻ്റെ ഏതാണ്? PPIയിൽ വരുന്ന ഫസ്റ്റ് ചോയ്സ് ഓഫ് ഡ്രഗ് ആണ് ഒമിപ്രസോൾ. ഇനി സോ ഇപ്പം ഒമിപ്രസോളിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ pH <5 ആണെങ്കിൽ അത് സൾഫനിക് ആസിഡായിട്ടും സൾഫനമൈഡായിട്ടും മാറും. ആൻഡ് ദേ റിയാക്ട് വിത്ത് SH ഗ്രൂപ്പ് ഓഫ് H+K+ATPസിൻ്റെ SH ഗ്രൂപ്പിൽ അത് ആക്ട് ചെയ്യും. ആൻഡ് ദസ് ഇനാക്ടിവേറ്റ് H+K+ATPase എൻസൈമിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. ആൻഡ് ദസ് ദേ പ്രിവെൻറ്റ് എൻട്രി ഓഫ് H+ion. ഓക്കെ, സോ ഒമിപ്രസോൾ എന്നാണ് ഫസ്റ്റ് ചോയ്സ് ഓഫ് ഡ്രഗ് എന്ന് പറയാം. pH <5 ആണെങ്കിൽ സൾഫനിക് ആസിഡും സൾഫിനമൈഡായിട്ടും കൺവേർട്ട് ചെയ്യും. ആൻഡ് അത് റിയാക്ട് ചെയ്ത് SH ഗ്രൂപ്പ് ഓഫ് H+K+ATPസിൽ റിയാക്ട് ചെയ്തിട്ട് ഇനാക്ടിവേറ്റ് H+K+ATPസിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ പ്രിവെൻറ്റ് എൻട്രി ഓഫ് H+ion. ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയാം, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എത്രയാണ്? 24 to 48 hour ആണ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ വരുന്നത്. ഇനി പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? PGE2, PGI2 പ്രൊഡ്യൂസ്ഡ് ആണ്. ഇൻഹിബിറ്റ് HCl ബൈ ബൈൻഡിങ് ടു EP3 സെൽ. ഓക്കെ, നെക്സ്റ്റ് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് PGE2, PGI2 പ്രൊഡ്യൂസ്ഡ്, ഇൻഹിബിറ്റ് HCl ബൈ ബൈൻഡിങ് ടു EP3 സെല്ലായിട്ട് ബൈൻഡ് ചെയ്തിട്ട് HCl ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് ദസ് ഇൻക്രീസ് മ്യൂക്കസ് ആൻഡ് സോഡിയം ബൈകാർബണേറ്റ്. ഇനി അതേപോലെ സിമെറ്റാഡിൻ്റെ ADR എന്തായാലും ആലോചിച്ച് വെക്കണം. ദാറ്റ് ഇസ് ഗൈനക്കോമാസ്റ്റിയ, ഗാലക്ടോറിയ ആൻഡ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ദെൻ സുക്രാൽഫേറ്റ് ആണെങ്കിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് സൾഫേറ്റഡ് സൂക്രോസും കൂടെ ചേർന്നാണ് എന്ത് സുക്രാൽഫേറ്റ്. എന്നാൽ അലുമിനിയം ഹൈഡ്രോക്സൈഡും സൾഫേറ്റഡ് സൂക്രോസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് സുക്രാൽഫേറ്റ്. ഓക്കെ, ദേ ഫോം പ്രൊട്ടക്റ്റീവ് കോട്ട് ഓവർ അൾസർ വൂണ്ടിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടായിട്ട് മാറും. ഓക്കെ, സോ സുക്രാൽഫേറ്റ് എന്താ ചെയ്യുക? അൾസറിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടായിട്ട് മാറുകയാണ് ചെയ്യുക. ആൻഡ് നോ ആസിഡ് ന്യൂട്രലൈസിങ് ആക്ഷൻ ഇല്ല. ഓക്കെ, സുക്രാൽഫേറ്റ് വേറെ കാര്യം നമ്മൾ പറഞ്ഞു, അതായത് ഇതെന്തായിരുന്നു ക്രോണിക് റീനൽ ഫെയിലർ ഉള്ള ആൾക്കാർക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ദേ ഫോം ജെൽ ലൈക്ക് മെറ്റീരിയൽ അറ്റ് pH 4 ഒരു ജെൽ ലൈക്ക് മെറ്റീരിയൽ ആയിട്ട് ഫോം ചെയ്യും. ആൻഡ് അഡ്ഹർ ഓൺ ദി അൾസറിൽ അഡ്ഹർ ചെയ്യാൻ ചെയ്യാം. ഓക്കെ, ദെൻ കാൽഷ്യം കാർബണേറ്റ് എന്ത് കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്? മിൽക്ക് ആൽക്കലി സിൻഡ്രം കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അലുമിനിയം ഹൈഡ്രോക്സൈഡ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഇൻഹിബിറ്റ് ഫോസ്ഫേറ്റ് അബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യും. എന്താണ്? അലുമിനിയം ഹൈഡ്രോക്സൈഡ് മേ ഇൻഹിബിറ്റ് ഫോസ്ഫേറ്റ് അബ്സോർപ്ഷൻ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നിങ്ങൾ GPAT നൈപ്പർ പോലത്തെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്നാണ് ഞാൻ ഈ ഒരു നോട്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ എൻഡാസിഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ആക്ഷൻ ഓഫ് സുക്രാൽഫേറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു എൻഡാസിഡിൻ്റെ കേസിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സുക്രാൽഫേറ്റിൻ്റെ ആക്ഷൻ കുറയും. സോ എൻഡാസിഡ് ഷുഡ് നോട്ട് ബി പ്രിസ്ക്രൈബ് വിത്ത് സുക്രാൽഫേറ്റ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ഒരുമിച്ച് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. എന്താണ്? എൻഡാസിഡ് എന്ത് ചെയ്യും? സുക്രാൽഫേറ്റിൻ്റെ ആക്ഷൻ കുറയ്ക്കുന്നുള്ളത്. ഇനി മോസ്റ്റ് റെക്കമെൻഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് പലോറിൻ്റെ എന്തായിരുന്നു? ഇറ്റ് PPI എമോക്സിസിലിൻ ക്ലാരിത്രോമൈസിൻ എന്നുള്ള കോമ്പിനേഷനാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. ഇനി അലുമിനിയം ഹൈഡ്രോക്സൈഡ് ക്യാൻ കോസ് കോൺസ്റ്റിപ്പേഷൻ. സോ മെഗ്നീഷ്യം സോൾട്ട് ഷുഡ് ബി ആഡഡ്. അതായത് അലുമിനിയം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യും? കോൺസ്റ്റിപ്പേഷൻ കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യും? മെഗ്നീഷ്യം സാൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഡ്രഗ് ഫോർ ഇൻഹിബിറ്റിംഗ് റൗണ്ട് ദ ക്ലോക്ക് ഗ്യാസ്ട്രിക് ആസിഡ് ഔട്ട്പുട്ട് ഒമിപ്രസോൾ. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് റൗണ്ട് ദി ക്ലോക്ക് ഗ്യാസ്ട്രിക് ഔട്ട്പുട്ടിന് യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഒമിപ്രസോൾ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇഫ് യു നീഡ് notes for the university exams, then please just comment below. ഞാൻ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.